അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, മുൻ സർക്കാർ ഒപ്പുവെച്ചു പോയതുകൊണ്ട് ഇനി അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കം കേരളത്തോട് പറഞ്ഞത്. PM-ശ്രീ പദ്ധതിയിൽ എന്താണ് സർക്കാർ നിലപാട് എന്ന് ചോദിച്ചപ്പോൾ. പക്ഷേ ഇന്നും ഇന്നലെയുമായി നിങ്ങളുടെ MP-മാർ തന്നെ വളരെ കൃത്യമായി പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുന്നു. രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ മറുപടി നൽകിയപ്പോൾ സംസ്ഥാനങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറാം എന്നു തന്നെയാണ് വ്യക്തമാക്കുന്നത്. പിന്മാറുകയോ ഒപ്പിടാതിരിക്കുകയോ ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് PM-ശ്രീ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നഷ്ടമാകും. MOU ഒപ്പിട്ട ശേഷം കേരളം സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ല. PM-ശ്രീയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാം എന്നതാണ് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൗധരിയുടെ മറുപടി. അപ്പോൾ മുഖ്യമന്ത്രി അടക്കം സംസ്ഥാനത്തോട് പറഞ്ഞത് വാസ്തവ വിരുദ്ധമായ കാര്യമായിരുന്നോ? ഇതിനകത്ത് എന്താണ് വാസ്തവവിരുദ്ധമായ കാര്യം? ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇന്നലെയും ഇന്നുമായിട്ട് MP-മാർ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ മറുപടി നമുക്ക് ലഭിച്ചിട്ടുമുണ്ടല്ലോ. ഇപ്പോൾ രാജ്യസഭയിൽ അബ്ദുൾ വഹാബ് ചോദിച്ച ചോദ്യം, അതിന് കേന്ദ്രമന്ത്രി നൽകിയ മറുപടി എന്താണ്? സ്റ്റേറ്റ് ദാറ്റ് ഡു നോട്ട് സൈൻ ദ MOU ഓർ വിഡ്രോ ഫ്രം ദ സ്കീം സ്റ്റാൻഡ് ടു മിസ് ഔട്ട് ഓൺ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ PM-ശ്രീ സ്കീം. ഇത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാരിന് PM-ശ്രീയിൽ നിന്നും പിൻവാങ്ങാൻ സാധിക്കും. എപ്പോഴാണ്? രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. ഒന്ന്, MOU സൈൻ ചെയ്യുന്നതിന് മുൻപായിരുന്നെങ്കിൽ വിഡ്രോ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇവിടെ ഇപ്പോൾ MOU സൈൻ ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. MOU സൈൻ ചെയ്തതിന് ശേഷമാണെങ്കിൽ എങ്ങനെയാണ് പിന്മാറാൻ കഴിയുന്നത്? അത് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റോ അവർ തീരുമാനിച്ചാൽ മാത്രം, അവർക്ക് മാത്രം ഒരു മാസത്തെ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ 30 ദിവസത്തെ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പിന്മാറാൻ കഴിയുന്നത്. ഇപ്പോൾ ഇത് എന്താണ് MOU? ആരാണ് MOU സൈൻ ചെയ്തത്? എന്തിനാണ് MOU സൈൻ ചെയ്തത്? അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണെന്ന് അറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, അതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതിൽ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് LDF സർക്കാർ തന്നെയാണ് ഒപ്പുവെച്ചത്. അവർ തന്നെയാണ് അതിൽ നിന്ന് തൽക്കാലം അത് ഫ്രീസ് ചെയ്യുകയും ചെയ്തത്. ആ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാനത്തിന് ഇതിൽ നിന്ന് ഇനി പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരിന് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ പിന്നോട്ട് പോകാൻ കഴിയും. പഞ്ചാബ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ പിന്നോട്ട് പോകണമെങ്കിൽ 30 ദിവസത്തെ നോട്ടീസിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ഞങ്ങൾ പിന്മാറാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് പിന്മാറണം എന്ന ഒരു കാര്യം അറിയിക്കണം. അങ്ങനെ നമ്മൾ അറിയിച്ചിട്ടുണ്ടോ? അതിന്റെ സാധ്യത നമ്മൾ ഇതിനു മുൻപ് തേടിയിട്ടുണ്ടോ? അങ്ങനെയല്ല മാധു. പിന്നെ എങ്ങനെയാണ് സർ? അല്ല മാധു, അതിലൊരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷനും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, കേന്ദ്ര ഗവൺമെന്റ്, ഈ 3 ആളുകൾക്ക് മാത്രമാണ് MOU തിരുത്താനോ റദ്ദു ചെയ്യാനോ പിൻവാങ്ങാനോ കഴിയുന്നത്. എങ്ങനെയാണ്? 30 ദിവസത്തെ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ. അല്ലാതെ സംസ്ഥാന ഗവൺമെന്റിന് അതിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല. സംസ്ഥാന ഗവൺമെന്റ് ഓൾറെഡി ഒപ്പുവെച്ചു കഴിഞ്ഞു. ഒപ്പുവെച്ചതിന് ശേഷമുള്ള നമുക്ക് നോട്ടീസ് കൊടുക്കാമല്ലോ. നമുക്കല്ല, കേന്ദ്ര ഗവൺമെന്റ് അല്ലേ നോട്ടീസ്? കേരളം പിന്മാറിക്കോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അതിന് താല്പര്യം അറിയിക്കണ്ടേ? ഞങ്ങൾക്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് നമ്മൾ അറിയിക്കുമ്പോഴാണല്ലോ കേന്ദ്രം അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുക. നമ്മൾ അങ്ങനെ ഒരു താല്പര്യം അറിയിച്ചിട്ടുണ്ടോ? അതോ ഇതിൻ്റെ അകത്ത് 1-2 കാര്യങ്ങളുണ്ട്. എപ്പോഴാണ് നമ്മൾ താല്പര്യം അറിയിക്കേണ്ടത്? ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വഹാബ് ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഒരു മറുപടി ലഭിച്ചിട്ടുണ്ട്. എന്താണ് വഹാബ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത്? ഇത് ഫ്ലെക്സിബിൾ ആണ്. നമ്മുടെ ഇതിൽ MOU-ൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് സംസ്ഥാന ഗവൺമെന്റിന് വേണമെങ്കിൽ അതിൽ നിന്ന് പിന്മാറാവുന്ന, നമുക്ക് വേണ്ട തീരുമാനങ്ങൾ മാറ്റാവുന്നതാണ്. ഏത് രീതിയിലാണ് നമ്മുടെ കരിക്കുലം തീരുമാനിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അതിൽ ഫ്ലെക്സിബിൾ ആണ്. ഞാനത് എടുക്കുകയാണ്, ചോദ്യത്തിന് ഉത്തരം എടുക്കുകയായിരുന്നു. അപ്പോൾ ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളതാണ് വഹാബിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഇനി ഇപ്പോഴെന്താണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്? നമുക്കറിയാമല്ലോ, സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂഷനാണ്. MOU സൈൻ ചെയ്ത CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് MOU സൈൻ ചെയ്ത് മുമ്പോട്ട് പോയ സാഹചര്യത്തിൽ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. MOU സൈൻ ചെയ്യുമ്പോൾ ഒരു ഉപസമിതി ഉണ്ടാക്കി, മന്ത്രിമാരുടെ ഒരു ഉപസമിതി ഉണ്ടാക്കി, അത് കൂടിയിട്ടില്ല, അതിൻ്റെ അകത്തൊരു തീരുമാനമുണ്ടായിട്ടില്ല. CPI-യെ അവർ പറഞ്ഞു പറ്റിച്ചു, ഒരു ഘടകകക്ഷി പോലും അതിനെതിരായിരുന്നു. എന്നാൽ അവരോട് പറയാതെ ലോ മിനിസ്റ്ററുടെ ശരി, ഞാൻ അതിലേക്ക് വരുന്നില്ല, പറയട്ടെ, അതിലേക്ക് തന്നെ വരുന്ന, പിന്മാറാൻ കഴിയുമോ? അതിലേക്ക് തന്നെ വരുന്ന, പക്ഷേ പറയാതെ പോകാൻ പറ്റില്ലല്ലോ. അത്തരത്തിൽ MOU-നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതൊരു കണ്ടിന്യൂവേഷനാണ്. കഴിഞ്ഞ സംസ്ഥാന ഗവൺമെന്റ് അത് ഒപ്പുവെച്ചു എന്നുള്ളത് സാങ്കേതികമായ ഒരു തുടർ പ്രക്രിയയാണ് എന്നുള്ളത് കൊണ്ട് സർക്കാർ, CPM-ന്റെ സർക്കാരായിരുന്നു, ഞങ്ങളിപ്പോൾ കോൺഗ്രസിന്റെ സർക്കാർ, അതുകൊണ്ട് ഞങ്ങൾ പിന്മാറുന്നു എന്ന MOU-ൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? കോൺഗ്രസ് അതാണ് ചിന്തിക്കുന്നത്, UDF അതാണ് ചിന്തിക്കുന്നത്. ഒരിക്കൽ MOU ഒപ്പുവെച്ചാൽ PMC നടപ്പിലാക്കണം. ഞാൻ അതിലേക്കാ വരുന്നത് മാധു, ഞാൻ അതിലേക്കാ വരുന്നത്. അല്ല ഞാൻ പറയട്ടെ, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇത് തുടർ പ്രക്രിയ ആയതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. പിന്നെ എന്താണ് ഇതിന്റെ റെമഡി? അതാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്, UDF ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഒരു ഉപസമിതിയെ വെച്ചിരിക്കുകയാണ്. സംസ്ഥാന പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ റോജി M. ജോൺ, M. ലിജു, വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള ഒരു മന്ത്രിമാരുടെ സമിതി വെച്ചിട്ടുണ്ട്. ഇത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയുള്ള തീരുമാനമാണ് എടുക്കേണ്ടത്, സംസ്ഥാന ഗവൺമെന്റിന് ഫ്ലെക്സിബിൾ ആയിട്ട് കരിക്കുലത്തെ കുറിച്ച് തീരുമാനിക്കാൻ കഴിയും എന്നുള്ളത് ആലോചിക്കാൻ ഒരു ഉപസമിതി വെച്ചിരിക്കുന്നു. ഇത് CPM വെച്ച പോലത്തെ ഉപസമിതിയല്ല. ഇത് കൂടി ആലോചിച്ചതിന് ശേഷം ആണ് UDF-ലേക്ക് ഇത് വരുന്നത്. UDF-ലേക്ക് ഇപ്പോൾ ചർച്ച വന്നിട്ടില്ല. ഇപ്പോൾ അടൂർ പ്രകാശിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്, UDF-ലേക്ക് വന്നിട്ടില്ല. ഈ ഉപസമിതി ചർച്ച ചെയ്തതിന് ശേഷം അത് UDF-ൽ ചർച്ച ചെയ്യും. ഇത് നമുക്കറിയാമല്ലോ, ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്ന ചലഞ്ച് പോകും എന്ന് അടൂർ പ്രകാശ് ഇന്നലെ പറഞ്ഞത് എന്തിനാണ്? അല്ല, മുൻപോട്ട് പോകുമെന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പോൾ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഈ MOU എന്ന് പറയുന്നത് കഴിഞ്ഞ ഗവൺമെന്റ് വെച്ചത് ഒറ്റയടിക്ക് UDF-ന്റെ ഗവൺമെന്റ് വരുമ്പോഴേക്കും അത് ക്യാൻസൽ ചെയ്ത് പോകാൻ കഴിയില്ല. ഇനിയും നമ്മൾ എന്ത് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ഒരു കാര്യം പറയാം. സമർപ്പിക്കുന്നതിന് മുൻപ് UDF യോഗത്തിന് ശേഷം UDF കൺവീനർ ഇതുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞത് പിന്നെ എന്തിനാണ്? UDF യോഗത്തിൽ ഇത് ചർച്ച ചെയ്തിട്ടില്ല. UDF യോഗത്തിൽ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മന്ത്രിമാരുടെ ഉപസമിതി റിപ്പോർട്ട് വന്നതിന് ശേഷം, കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ അത് UDF-ലേക്ക് വരികയുള്ളൂ. അതാണ് എൻ്റെ അറിവ്. ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പറയുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന കരിക്കുലം, കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന നയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ തയ്യാറാകില്ല. അതുകൊണ്ടാണ് മറുപടി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. UDF യോഗത്തിൽ ചർച്ച ചെയ്യാത്തൊരു വിഷയം UDF യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എന്തിനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നതൊന്ന്, മുന്നോട്ട് പോകും എന്ന് പറഞ്ഞത് എന്തിനായിരിക്കും? ഈ അടൂർ പ്രകാശ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യാനാണെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ PMC-യെ കുറിച്ച് സംസാരിച്ചു, PMC സർക്കാർ നിലപാടിനെ കുറിച്ച് സംസാരിച്ചു, UDF തീരുമാനത്തെ കുറിച്ച് വന്നപ്പോഴാണ് UDF കൺവീനറിന്റെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു വിലയുമില്ലേ? ഈ അടൂർ പ്രകാശ് ഇന്ന് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യമാണോ ഇന്ന് പറഞ്ഞത്? അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അതാണ് അദ്ദേഹം പറഞ്ഞ കാര്യത്തെ കുറിച്ച്. അല്ല, പറയട്ടെ. അല്ലല്ല, പിന്നെ എന്റെ കുറ്റമാണോ? എന്റെ കുറ്റമാണോ? ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് ഞാൻ ചോദിച്ചത്, ഞാൻ പറഞ്ഞ അല്ല പറയട്ടെ, ഞാൻ പറയട്ടെ. അല്ലല്ല, ഈ PM ശ്രീയെ കുറിച്ച് ചർച്ച ചെയ്യാൻ വന്നിട്ട് താങ്കൾ അടൂർ പ്രകാശിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അടൂർ പ്രകാശ് ഇന്ന് അത് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞതിനെ കുറിച്ച് താങ്കൾ പറയുന്നില്ല. അത് PM ശ്രീയെ കുറിച്ച് അല്ലെന്നേ, PM ശ്രീയെ കുറിച്ച് അദ്ദേഹം ഇന്ന് പറഞ്ഞത് താങ്കൾ എന്താ പറയാത്തത്? അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം ഇന്ന് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് ഒരു ദിവസം കഴിയുമ്പോൾ അതെ, UDF-ന്റെ തീരുമാനവും UDF-ന്റെ അഭിപ്രായവും കോൺഗ്രസിന്റെ അഭിപ്രായമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കോൺഗ്രസിന്റെ നിലപാട് ഞാൻ പറയാം. കോൺഗ്രസിന്റെ നിലപാട് മന്ത്രിമാരുടെ
മന്ത്രിസഭയുടെ ഉപസമിതിയുടെ ചർച്ചയ്ക്ക് ശേഷം അവരെടുക്കുന്ന തീരുമാനം UDF-ൽ ചർച്ച ചെയ്യും. അതിനുശേഷം മാത്രമേ ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം തീരുമാനിക്കുകയുള്ളൂ. ഒരു കാര്യം ഞാൻ വളരെ അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, അതിനു മുൻപ് ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് വിപുലീകൃത UDF യോഗം ചേരുന്നതിന് മുൻപ് ആദ്യത്തെ UDF യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം വിളിച്ച് UDF കൺവീനർ ഇതിൽ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞത് എന്തിനാണ്? ഞാനൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ട് ചോദിക്കുന്ന എന്തിനാണ് ഇത്? അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ടാണെങ്കിൽ ഞാനൊരു മറുപടി പറയാം. സർക്കാർ എന്ന് പറയുന്ന ഒരു തുടർ പ്രക്രിയയാണ്. ഞാനതാ തുടക്കത്തിൽ പറഞ്ഞത്. ആ തുടർ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഒരു MOU ഇവിടെ നിലവിലുണ്ട്. ആ MOUമായിട്ട് ഇപ്പോ വിഡ്രോ ചെയ്യാൻ ടേംസ് അനുവദിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് അതാണ്, വിഡ്രോ ചെയ്യാൻ ടേംസ് അനുവദിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതവിടെ നിൽക്കട്ടെ. എന്തിനാണ് രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നതിന്? അല്ലല്ല, പിന്നോട്ട് പോകാം എന്നല്ല കേട്ടോ, അത് താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങനല്ല. MOU ഒപ്പിടുന്നതിന് മുൻപാണെങ്കിൽ മാത്രമാണ് അത്തരത്തിൽ ചെയ്യാൻ. ഞാൻ അത് വായിച്ചു കേൾപ്പിച്ചല്ലോ. അല്ല, MOU ഒപ്പുവെച്ച് കഴിഞ്ഞാലും MOU ഒപ്പുവെച്ച എല്ലാ സംസ്ഥാനങ്ങൾക്കും PMC നടപ്പിലാക്കണമെന്നില്ല. പഞ്ചാബ് ഇതിനു മുൻപ് പിന്നോട്ട് പോയിട്ടുണ്ട്. മാത്രമല്ല, ഈ നോട്ടീസ് 30 ദിവസത്തെ നോട്ടീസിന് പ്രകാരം കേന്ദ്ര സർക്കാരിന് നമ്മൾ താല്പര്യം അറിയിക്കുകയാണ് എങ്കിൽ അത് വിഡ്രോ ചെയ്യാൻ കഴിയും കേന്ദ്ര സർക്കാരിന്. നമ്മൾ അങ്ങനെ ഒരു താല്പര്യവും അറിയിച്ചിട്ടില്ല. നമ്മളത് ഈ ചർച്ചയുടെ തുടക്കത്തിൽ സംസാരിച്ചിട്ടുണ്ട്. മാധു അത് വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുക. അല്ല മാധു അത് ഇനി പഠിച്ചിട്ടാണോ പറയുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം മാധു വീണ്ടും അത് പഠിച്ചത് പറയൂ. ഇത് വിഡ്രോ ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റിനല്ല കഴിയുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല. സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നത് തന്നെയാണ് അതിന്റെ പ്രൊവിഷൻ. അങ്ങും അതിൽ പഠിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ നമ്മൾ താല്പര്യം അറിയിക്കണം. കേന്ദ്ര സർക്കാരിന് 30 ദിവസത്തെ നോട്ടീസ് വെച്ച് അതിൽ നിന്ന് പിന്മാറാൻ കഴിയും. അതായത് MOU ഒപ്പ് വെച്ചാൽ നടപ്പിലാക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്നതാണ്. MOU വെച്ച എല്ലാ സംസ്ഥാനങ്ങളും PMC നടപ്പിലാക്കിയിട്ടുമില്ല. ആകെ MOU വെക്കാതിരുന്ന ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. അവർ ആ പരിസരത്ത് പോയിട്ടില്ല എന്നതാണ്. കേരളം അതിൽ നിന്ന് അത് ഫ്രീസ് ചെയ്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുണ്ട്. തമിഴ്നാട് MOU ഒപ്പുവെച്ചില്ല എന്നതുകൊണ്ടാണ് അവർക്ക് സുപ്രീം കോടതിയിൽ പോകാൻ കഴിഞ്ഞത്. അവർക്ക് SSKയുടെ ഫണ്ട് വാങ്ങിക്കാൻ നമ്മളല്ല CPM-ന്റെ ഗവൺമെന്റ്. അങ്ങനെ നമ്മളെന്ന് പറയല്ലേ, ഇത് ഒപ്പുവെച്ചത് CPM-ന്റെ ഗവൺമെന്റ് ആണ്. കള്ളക്കളി കളിച്ചിട്ടാണ് സർക്കാർ തുടർച്ചയാണെന്ന് അപ്പോൾ നമ്മളല്ലേ അത്? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് വരികയാണ്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി നമ്മൾ ചർച്ച ചെയ്യുകയാണ്. പറയാതെ പോകുന്ന ഒരു കാര്യം എന്തിനാണ് പ്രകാശ് പറഞ്ഞത് എന്ന കാര്യമാണ്. അങ്ങേക്ക് അതിൽ മാത്രം മറുപടിയില്ല. അല്ലല്ല, അതിന് മറുപടി ഉണ്ടല്ലോ. മറുപടി ഞാൻ പറഞ്ഞല്ലോ. താങ്കൾ വീണ്ടും ചുറ്റിക്കളിച്ച് ഇപ്പുറത്തോട്ട് വരുവാണല്ലോ. ഞാൻ പറഞ്ഞത്, അടൂർ പ്രകാശ് പറഞ്ഞത് ഈ MOU എന്ന് പറയുന്നത് വിഡ്രോ ചെയ്യാൻ കഴിയാത്തതിന്റെ സാങ്കേതികമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ MOU ഒപ്പുവെച്ചത് ആരാണെന്നേ? MOU ഒപ്പുവെച്ചത് കോൺഗ്രസ് ഗവൺമെന്റ് അല്ല, അത് CPM ഗവൺമെന്റ് ആണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ചുകൊണ്ട് അതുമായി നമ്മൾ മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവരുടെ മന്ത്രിമാർ എന്നാണ് പറഞ്ഞത്. ഇനി പോകട്ടെ, മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം പറയാം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോഴോ മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രൊഡ്യൂസർ അത് ഒന്നുകൂടി പ്ലേ ചെയ്യൂ. ആ മുന്നോട്ട് പോകും എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ അവിടെയാണ് ഇരട്ടത്താപ്പ്. അതുകൊണ്ടാണ് അവിടെ ചുറ്റിക്കളിക്കുന്നത്. മുൻ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ച എന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. അല്ല, ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. UDF അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ തീരുമാനിച്ചിട്ടുമില്ല. ഇല്ലല്ല, പിന്മാറാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ശരി. Debate with Madhu Saji.